ഞങ്ങൾ നടപ്പാല അടക്കമുള്ള നമ്മുടെ എല്ലാ വികസന ഇവിടെ ഈ നിയമനിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു വികസനത്തിനുള്ള ഒരു സാധ്യതയുമില്ല. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കരമനസ് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കാൻ നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇവിടെ നിയോജക മണ്ഡലത്തിൽ ഈ നാടിന്റെ പ്രിയങ്കരനായ MLA സഖാവ് വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകണമെന്നാണ് ഈ ജാഥയിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഈ ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരന്മാരെയും സഖാക്കളെയും സുഹൃത്തുക്കളെയും ഗുരുജനങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി സംസാരിച്ചതിന് ശേഷം ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുന്നു. ക്ഷണിക്കുക. ഈ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേതാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഓരോ മണ്ഡലത്തിലും വികസന ജാഥ സംഘടിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഇങ്ങനെയുള്ള വികസന ജാഥകൾ തീരുമാനിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന കുതിപ്പിന്റെ 10ാം വർഷത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. വികസനവും ക്ഷേമവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് ലോകത്തിന്റെ മുന്നിൽ മാതൃകകൾ അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തെ പഠിപ്പിച്ച കൂട്ടരാണ് കേരളം. നമ്മുടെ ഈ നാട് വളരുന്നത് കാണുവാൻ ഇഷ്ടമില്ലാത്തവർ കുറേ പേരുണ്ടെന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതായി. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരളം നേരിടുന്ന സമാനതകളില്ലാത്ത സാമ്പത്തിക വിരോധം, സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി പോലും വിരോധിച്ചുകൊണ്ടുള്ള ശത്രുതാപരമായ സമീപനം, ചരിത്രത്തിലില്ലാത്ത രൂപത്തിൽ വെള്ളപ്പൊക്കവും കോവിഡും ഒക്കെ വന്ന കാലഘട്ടത്തിൽ നമുക്ക് തന്ന സാമ്പത്തിക സഹായം പോലും പലിശ അടക്കം ഈടാക്കിക്കൊണ്ട് തിരിച്ചു പിടിച്ച കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇനി കേന്ദ്രം ഭരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ 10 വർഷക്കാലം തികഞ്ഞതിന് വേണ്ടി ഇനി 2 മാസമാണുള്ളത്. ഞങ്ങൾ പറയുന്നു, കേരളത്തിൽ ഇതുവരെ നടക്കില്ല എന്ന് വിചാരിച്ച എല്ലാം നടന്നതിന് വേണ്ടി കഴിഞ്ഞു. നമ്മുടെ നിയമമണ്ഡലത്തിലാണെങ്കിൽ ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. 1000 കോടി രൂപ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. നമ്മുടെ മണ്ഡലത്തിൽ 19 സ്കൂളുണ്ട്. ഈ 19 സ്കൂളിനും പുതിയ കെട്ടിടമായി എന്നുള്ള വിവരം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ എനിക്ക് വലിയ സന്തോഷം. അത് വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഒരു മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളും പുതിയ കെട്ടിടം കെട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുക. നേമം താലൂക്ക് ആശുപത്രി എല്ലാവർക്കും പോയി കാണില്ല, നിങ്ങൾ പോകണം. ഏതാണ്ട് 30 കോടി രൂപ മുടക്കിയാണ് നേമം താലൂക്ക് ആശുപത്രിയുടെ നല്ല നിലയിലുള്ള വികസന പ്രവർത്തനം നടന്നുകൊണ്ട് ഇരിക്കുന്നത്.
ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് നിങ്ങളോട് ചെന്ന് നോക്കിയാൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ രൂപഭംഗി ഉണ്ടാകും. നേമം ആശുപത്രി, ഒരു താലൂക്ക് ആശുപത്രിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും. അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൻ്റെ കാലഘട്ടത്തിൽ കെട്ടിയ കാര്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ മണ്ഡലത്തിലെ 7 പുതിയ പാലങ്ങൾ വരികയാണ്. 7 പുതിയ പാലം 68.94 കോടി രൂപ ചിലവഴിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഇവിടെ സത്യനഗർ മുകളിൽ കയറാനുള്ള പാലം എന്നുള്ളത്. അത് നമുക്കൊരു 3 ആഴ്ച കഴിയുമ്പോൾ 20-ാം തീയതി അതിന് ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരമന ആഴാങ്കലിൽ നിങ്ങളൊക്കെ നടക്കാൻ പോകുന്നതാണ് ഞാൻ തോന്നുന്നു. 16 കോടി ഇൻകം നദിയാണ്. ഇങ്ങനെ ഒരു സൗകര്യം കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞാൻ പറയാനുള്ളത്. മണ്ഡലത്തിലെ ഏതാണ്ട് റോഡുകൾക്ക് 290 കോടി രൂപ മുടക്കിയിട്ടുണ്ട്. ഞാൻ സമയക്രമം പോലെ ഈ 2-3 സ്ഥലങ്ങളിൽ പോകാറുണ്ട്. നിങ്ങൾക്കും എല്ലാം വളരെ വൈകിയാണെങ്കിലും 7 കോടികളിൽ പോകാറുണ്ട്. ഞാനതെല്ലാം മനസ്സിലാക്കുന്നു. എന്തായാലും നിങ്ങളെന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായും അഴിമതിരഹിതമായും പക്ഷപാതമല്ലാതെ ഞാൻ ചെയ്തു നിർത്തുമെന്നെനിക്ക് അഭിമാനത്തോടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നതിന് വേണ്ടി കഴിയും എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രസാദ് പ്രവാസി സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് നാസർ കാപ്പനക്കോട്, ജനാധിപത്യ മഹിളാ അസോസിയേഷന് വേണ്ടി അഡ്വക്കേറ്റ് സി സിന്ധു, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പത്മജ, ഡിവൈഎഫ്ഐ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അനീഷ് കുമാർ, ആട്ടോ ടാക്സി MA ലത്തീഫ്, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി സുകേഷ്, ബിപിൻ ചന്ദ്രൻ, ISJD നേമം മേഖലാ കമ്മിറ്റി, OJDS ജഗീഷ്, നേമ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അജികുമാർ, OJDS പാപ്പനക്കോട്, CPIക്ക് വേണ്ടി സഖാവ് M ശിവകുമാർ പാപ്പനക്കോട് സ്വീകരണം കൊടുക്കാം. R ജയകുമാർ ആഴാങ്കൽ ബ്രാഞ്ച്, സതീശൻ ഇടഗ്രാമം, പ്രശാന്ത് അമ്പലക്കുന്ന്, സതികുമാർ, സത്യൻ, ശിവൻകുട്ടി നായർ, രാജനാർ, പ്രസാദ്, അശോകൻ, രാജു, സുനിൽകുമാർ, സതികുമാരി, നിഷ, സുന്ദർശനൻ, അരുൺ, മിനി, സുരേഷ്, രാജേഷ്, ലൈലേശ്വരൻ, വിക്രമൻ. സ്വീകരണം കൊടുത്തവർ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. സ്വീകരണം കൊടുക്കേണ്ടവർ മുന്നോട്ട് വേണം. 150-ാം ബൂത്ത് അജിത് പ്രസാദ്, അജിത, അനീഷ്, സജി, കമലൻ, മീന, വാസന്തി, കുമാർ, ഋഷി MG, മോഹൻകുമാർ, രതീഷ്, ഭരത്, നീതു, രജനി, ശൈലജ. 133-ാമത്തെ ബൂത്ത് രാജേഷ്, സായി, അഖിൽ, ശ്രീകുമാരി, സജീവ്, ഹരിദാസ്, ബീന, സന്തോഷ്. 169-ാം നമ്പർ ബൂത്ത് ഹമീദ ലത്തീഫ്, ശാന്ത, രാജപ്പനാശാരി, നന്ദിനി, ഭുവനചന്ദ്രൻ, ജയകുമാർ തുലവിട. 154-ാം ബൂത്ത് M അജികുമാർ, അനിൽകുമാർ. സ്വീകരണം കൊടുത്ത സഖാക്കൾ മാറി നിൽക്കേണ്ടതാണ്. സ്വീകരണം കൊടുത്തവർ അവിടെ നിന്ന് മാറേണ്ടതാണ്. തിരക്ക് കൂട്ടാൻ പാടില്ല. അരവിന്ദ് SR, കൈലാസ് R റഹ്മാൻ, KK അനീഷ്, CV സുനിൽ, ജയകുമാരി, S രാജേന്ദ്രൻ, മുരളി, JNU, ശിശുപാലൻ, ദീപു, അഞ്ജിക, കുമാരി K. 168-ാം ബൂത്ത് അമ്പിളി, ജലജകുമാർ, ജറാം, ബിജു, രാജപ്പൻ, അജിത് കുമാർ VR, ഗിരീഷ് AJ, വിജയകുമാർ, അനുഭവയാർ, മഞ്ജുള. 162-ാം ബൂത്ത് M ലക്ഷ്മണൻ, S ബീന, കുമാരി ഉഷ, സ്വർണ്ണമ്മ. 159-ാം ബൂത്ത് സിന്ധു വി, നന്ദന, M അനിൽകുമാർ, ജനാർദ്ദനം പിള്ള, ദുരിദാസ്, K വിജയകുമാർ, വിനോദ്, രാജിത, രാധ, ദിനേശ്, സജി, ഷാജി, ജഗന്നാഥൻ, രവി, ഗണേശൻ. 161-ാം ബൂത്ത് ജയചന്ദ്രൻ, ഷാജ, വിശ്വകുമാർ, രജികുമാർ, ആഷിത, ലേഖ, ചന്ദ്രകുമാർ, വൈശാഖ്. 155-ാം നമ്പർ ബൂത്ത് ശശോകൻ, ഷാജികുമാർ, കേശവൻകുട്ടി, റീന, രജനി, സരസ്വതി, രമ, സൗമ്യ, സുമി, സജികുമാർ, വരുൺ VK, പ്രശാന്ത്, ഹരികൃഷ്ണൻ, പ്രവീൺ കുമാർ, നീരജ്, ഗോപകുമാർ, വേണുഗോപാൽ, അനിൽ ചന്ദ്രൻ, രഞ്ജിത്ത്, ബാബു, ജയൻ, മോഹനകുമാരൻ നായർ, ആദിത്യ ബാലസംഘം, പ്രഫുല്ലചന്ദ്രൻ നായർ, ധാർമ്മിക് ബാലസംഘം. കൊടുത്തവർ തിരക്ക് കൂട്ടാതെ മാറി നിൽക്കേണ്ടതാണ്.
എല്ലാവരുടെ സ്വീകരണവും ഏറ്റുവാങ്ങുന്നതാണ്. രഞ്ജിത SS 157 നമ്പർ ബൂത്ത്, ശോഭന, സുനിത വി, അശോകൻ, ഷാജി, അരുൺലാൽ, അക്ഷയ്, അമൽ, ആദിത്യൻ, സത്യരാജൻ. 158 നമ്പർ ബൂത്ത് ബിജു ജെ, VM ലക്ഷ്മണൻ, അരുൺ, രഞ്ജിത്ത്, ഉഷ, രജിത, മഞ്ജു SM, രമ, ബേബി, സുകുമാരി, അനില, രമ്യ, സുനിത, ശോഭന, പ്രശാന്ത്, അതുല്യ. 135 നമ്പർ ബൂത്ത് അഡ്വക്കേറ്റ് സലീം, അരുൺ, 160 നമ്പർ ബൂത്ത് അനി കരിമം, സതികുമാരി, വിപിൻ കുമാർ, ധാർമ്മിക്, സലീം ശ്രീകുമാർ, വിനു, ഗിരി കെ. 170 നമ്പർ ബൂത്ത് സലാഹുദ്ദീൻ, നക്സിയ, ഷമീർ എസ്, ബാദുഷ, പി മോഹനൻ, ബി ഹാഷിം, സെലിപ്പോ, നിസാറുദ്ദീൻ, മണിയൻ, അയ്യപ്പൻ, ബിന്ദു. ഓട്ടോ ടാക്സിക്ക് വേണ്ടി ആർ വിജയൻ. ഇനി പേര് വിളിക്കാൻ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരണം നൽകേണ്ടവർക്ക് സ്വീകരണം നൽകാവുന്നതാണ്. നന്ദി പറയുന്നതിലേക്ക് വേണ്ടി സഖാവ് ലത്തീഫിനെ ഉള്ള ആദരവ് നൽകി. മനുഷ്യനാകണം മനുഷ്യനാകണം കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തന്നിടാം എങ്കിലെന്ത് തോൽക്കുകില്ലതാണ് മാറ്റിസം തോൽക്കുകില്ല തോറ്റുവെങ്കിലില്ല മാറ്റിസം നേർവഴിക്ക് നാം കൊടുത്ത പേരതാണ് മാറ്റിസം അനേർവഴിക്ക് നാം കൊടുത്ത പേരതാണ് മാറ്റിസം കഴിവിനൊത്തു പണിയണം ചിലവിനൊത്തെടുക്കണം മിച്ചമുള്ളതോ പകർത്തു പങ്കുവയ്ക്കും. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത എസ്റ്റേറ്റിൽ ഒരു പാലത്തിന്റെ പണി നടക്കുകയാണ് അല്ലേ? ആ പാലം എന്ന് പറയുന്നത് 16 കോടി രൂപയ്ക്കാണ് ആ പാലം പണി നടക്കുന്നത്. തീയതികളിലായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA യും കേരളത്തിന്റെ